ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റോസ്മേരി ഓയിലാണ്. നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മളിവിടെ റോസ്മേരി ഓയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, റോസ്മേരി ഞാനിവിടെ ഡ്രൈഡ് അല്ല, ഞാനിവിടെ ഫ്രഷ് റോസ്മേരിയാണ് എടുത്തേക്കുന്നത്. പിന്നെ പാരച്യൂട്ടിൻ്റെ ഓയിൽ, പിന്നെ നമുക്കൊരു പാത്രത്തിൽ ചൂടുവെള്ളം തിളപ്പിക്കാൻ ഒരു പാത്രവും വേണം. പിന്നെ ഓയിൽ ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കാനായിട്ട് ഒരു ഗ്ലാസ് ബൗളും കൂടെ വേണം. നമ്മുടെ ഗ്ലാസ് ബൗൾ എടുത്തേക്കുന്നത് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ, അതിൻ്റെ ഈർപ്പം വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് അബ്സോർബ് ആകാൻ വേണ്ടിയിട്ടാണ്. വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് അതൊന്ന് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കോട്ടൺ ടവൽസോ അല്ലെങ്കിൽ ടിഷ്യൂസോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്തേക്കുക. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 6 to 7 റോസ്മേരിയുടെ തണ്ടുകളാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ എത്രയാണോ എണ്ണ എടുത്തേക്കുന്നതിൻ്റെ അളവ് അതിനനുസരിച്ച് റോസ്മേരിയുടെ തണ്ടുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ലീവ്സാണ് ഡ്രൈഡാണ് എടുക്കുന്നതെങ്കിൽ ഒരു 2 to 3 സ്പൂൺസ് ഓഫ് റോസ്മേരിയുടെ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ എണ്ണ എത്രയാണ് എടുത്തേക്കുന്നത് അതിൻ്റെ അളവ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 150 to 200 ml എണ്ണയാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ പാരച്യൂട്ടാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്താണോ എണ്ണ ഉള്ളത്, നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യണത് അത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ചെക്കിലാട്ടിയ എണ്ണയോ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിലോ അതൊക്കെ നല്ലതാണ്. ആവണക്കെണ്ണ അതൊക്കെ മുടിക്ക് നല്ലതാണ്. ഞാനിപ്പോൾ എടുത്തേക്കുന്ന എണ്ണയിൽ റോസ്മേരി ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള എണ്ണയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. ആ പാത്രം എപ്പോഴും നമ്മൾ മേലെ വെക്കണ ഗ്ലാസ് ബൗളിനെ കഴിഞ്ഞും ചെറിയ പാത്രമായിരിക്കണം. അല്ലെങ്കിൽ വെള്ളം തിളയ്ക്കുമ്പോഴേക്കും അതിലുള്ള ഈർപ്പം നമ്മൾ മേലെ വെച്ചേക്കണ ആ ഗ്ലാസ് ബൗളിലേക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഗ്ലാസ് ബൗൾ ഏത് പാത്രത്തിലാണോ എണ്ണ വെച്ചേക്കണത് അതൊന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ പുറത്ത് വരുന്ന ഈർപ്പങ്ങൾ എങ്ങനെ നമ്മൾ അടച്ചു വെച്ചാലും അതിൽ നിന്ന് ആ സ്റ്റീം പുറത്തേക്ക് വരും. അപ്പോഴേക്കും അത് നമ്മുടെ എണ്ണയിലേക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അതിൻ്റെ ലിഡ് വെച്ചൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. അത് നന്നായിട്ടൊരു 15 to 20 minutes നമ്മുടെ വെള്ളം ഒന്ന് തിളപ്പിക്കുക. അത്രയും ടൈം മതിയാകും. നമ്മുടെ റോസ്മേരി എസൻസ് നമ്മുടെ ഓയിലിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അത്രയും ടൈം മതിയാകും. ഒരു 10 minutes വെള്ളം തിളച്ചപ്പോഴേക്കും മേലെ ഇരിക്കണ എൻ്റെ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് അതിൻ്റെ എസൻസ് ഇറങ്ങാൻ പറ്റുന്നത് നമുക്ക് കാണാൻ പറ്റും. കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗ്രീൻ കളറായിട്ട് മാറിയിട്ടുണ്ട് എണ്ണ. പിന്നെ റോസ്മേരിക്ക് നല്ലൊരു അരോമ ഉണ്ട്. നല്ല സ്മെല്ലാണ്. അതൊന്ന് ബോയിലായി കഴിയുമ്പോഴേക്കും നല്ലൊരു സ്മെല്ലുണ്ട് റോസ്മേരിക്ക്. നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് റോസ്മേരിയുടെ ഓയിലെടുത്ത് നമ്മളൊരു നൈറ്റ് ഫുള്ള് നമ്മളത് സോക്ക് ആകാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. എന്നാലേ അതിൻ്റെ ഫുൾ എസൻസ് നമ്മുടെ ഓയിലിലേക്ക് ഇറങ്ങുള്ളൂ. അതുകൊണ്ട് ഞാനത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ നോക്കിയപ്പോഴേക്കും അത് നല്ല ഒരു ഗ്രീൻ കളറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റും, നല്ലൊരു ഗ്രീൻ കളറായിട്ടുണ്ട് നമ്മുടെ ഓയിൽ. ഈ റോസ്മേരി കൊണ്ടുള്ള യൂസ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഡാൻഡ്രഫ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഹെയർ ഫോൾ ഒരു 2-3 ടൈംസ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവും. പിന്നെ ആ ടെക്സ്ചർ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേ തന്നെ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ ഒന്ന് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു ഓയിലാണ്. നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഉള്ള നല്ലൊരു ഓയിലാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ അഡീഷണലി വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ട് എൻ്റെ ഓയിൽ ഒഴിച്ച് വെച്ചിരുന്ന ഒരു പോട്ടാണ്. ഇതൊരു ഗ്ലാസ് കണ്ടെയ്നർ തന്നെയാണ്. ഞാനിതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉലുവയോ അല്ലെങ്കിൽ ഗ്രാമ്പുവോ ഒക്കെ മുടിക്ക് നല്ലതാണ്. നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് സ്ട്രെയിൻ ചെയ്ത് ഒഴിക്കുന്നുണ്ട്. എൻ്റെ എൻ്റെ ഓയിൽ കണ്ടെയ്നറിലേക്ക് ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇത് നമുക്കൊരു 3 to 4 months വരെ കേടുകൂടാണ്ടിരിക്കും നമ്മൾ ഈ റോസ്മേരി ഓയിൽ. നമ്മൾ ജസ്റ്റ് സ്പൂൺ കൊണ്ട് മാത്രം എടുക്കുക, കൈ കൊണ്ടൊന്നും എണ്ണ എടുക്കാണ്ടിരിക്കുക. അപ്പോൾ അത് കേടാവാണ്ടിരിക്കും. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. താങ്ക് യു.